നമസ്കാരം. കോൺഗ്രസിന്റെ രാജവംശത്തിന്റെ രാജകുമാരി നിലമ്പൂരിലുണ്ട്. ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്ക് ധൈര്യമുണ്ടോ എങ്കിൽ പ്രിയങ്ക ഗാന്ധിയോട് ചോദിക്കണം. ഒരു കൈയിൽ ഭരണഘടനയും മറു കൈയിൽ ഭരണഘടനയെ അംഗീകരിക്കാത്ത ജമാഅത്ത് ഇസ്ലാമിയെയും പിടിക്കുന്നത് ഇരട്ടത്താപ്പല്ലേ എന്ന്. രാജീവ് ചന്ദ്രശേഖരുടെ നിർണായകമായ ചോദ്യത്തിൽ പതറിയിരിക്കുന്നത് കോൺഗ്രസാണ്. രാജീവിന്റെ സാങ്കേതികമായ ചോദ്യത്തിൽ തകർന്നിരിക്കുന്നത് UDF ക്യാമ്പ് തന്നെയാണ്. കൂടാതെ അവസാന നിമിഷം ലീഡ് ചെയ്യുന്നത് BJP തന്നെയും. നിലമ്പൂരിൽ വമ്പൻ ഓഫറുമായി രാജീവ് ചന്ദ്രശേഖർ അവസാന നിമിഷം കളത്തിലേക്ക് ഇറങ്ങി. BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് വിജയിച്ചാൽ 7 മാസം കൊണ്ട് 3 പദ്ധതികൾ നടപ്പിലാക്കുമെന്നാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിട്ടുള്ളത്. ഇത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് BJP നൽകുന്ന വാക്കാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ പാതയുടെ നിർമ്മാണം ആരംഭിക്കും. നിലമ്പൂർ ജില്ലാ ആശുപത്രി ക്യാൻസർ സ്പെഷ്യാലിറ്റി സെന്ററാക്കി ഉയർത്തും. കാലിക്കറ്റ് നിലമ്പൂർ ഗുഡല്ലൂർ ഹൈവേ 4 വരി പാതയാക്കി വികസിപ്പിക്കും. മറ്റുള്ളവർ 60 വർഷത്തിൽ ചെയ്യാത്തത് 7 മാസം കൊണ്ട് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. LDFും UDFും നൽകുന്നത് ഒരു പൊള്ളയായ വാഗ്ദാനങ്ങളല്ല BJP നൽകുന്നത്. ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. മറിച്ച് കേന്ദ്രത്തിൽ 11 വർഷത്തെ പ്രവർത്തന മികവിന്റെ രാഷ്ട്രീയത്തിലൂടെ തെളിയിക്കപ്പെട്ടതാണ്. വികസിത നിലമ്പൂർ യാഥാർത്ഥ്യമാക്കാൻ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കോൺഗ്രസ് റീൽ പാർട്ടിയായി മാറിയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പിന്നിൽ ജമാഅത്തുമായി കൂട്ടുകൂടുന്നു. ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിക്കണമെന്ന നിലപാടാണ് BJP ആദ്യമേ സ്വീകരിച്ചത്. വർഗീയത ഉപേക്ഷിച്ചെന്ന് കോൺഗ്രസ് അല്ല പറയേണ്ടത്, ജമാഅത്ത് ഇസ്ലാമിയാണ്. കോൺഗ്രസ് വഴി മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് കടക്കാനാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ശ്രമം. ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് കോൺഗ്രസ് എപ്പോഴും ശ്രമിക്കുന്നത്. പ്രീണന രാഷ്ട്രീയമാണ് അവരുടേത്. ജമ്മു കാശ്മീരിൽ BJPയെ ജമാഅത്ത് ഇസ്ലാമി സഹായിച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണം യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുഖ്യമന്ത്രി തെറ്റായ ആരോപണം ഉന്നയിക്കുകയാണെന്നും പ്രീണന രാഷ്ട്രീയം നടത്തുന്നത് LDFും UDFും ആണെന്നും അദ്ദേഹം വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.